പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കയറി ഇപ്പം എന്നെ പോലുള്ളവർക്ക് ഓക്കെ സെറ്റിന് പോയി ഒന്നും പറയാൻ പാടില്ല. സെറ്റിന് പോയാൽ നമ്മൾ ഡയറക്ടറുടെ ഒരു സാധാരണ ആർട്ടിസ്റ്റ്, അതൊക്കെ അവരെ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് തലപ്പത്തെ ഹീറോയിൻ ഡയറക്ടറും എല്ലാം ഉണ്ട്, അവർ നോക്കിക്കോളും അതൊക്കെ. പണ്ട് ഷീല ശാരദ ജയപാലനല്ലാതെ വേറെ ആരും ഇല്ല. ഇപ്പൊ ഇങ്ങനെ മഷ്റൂംസ് പോലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഞാനില്ലെങ്കിൽ നീയില്ലെങ്കിൽ ഞാൻ. ഇത് ഡബിങ് ചെറിയ സർജറി ഒന്നല്ല മോനെ, വലിയ സർജറിയാ. ഒരു കാര്യം എന്താ പറയുക, പ്രൊഡ്യൂസർ ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ജസ്റ്റ് ഫൈനാൻഷ്യൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം തന്നെ ഇത് മാറ്റി മറിക്കാൻ പോകുന്നൊരു പടമാണ്. ഇവർ വിചാരിക്കും ഞാൻ നോക്കുന്നില്ല, ഡയറക്റ്റ് ഇവർ തമ്മിലാണ് അനുരാഗം. നോക്കിയിട്ട് ഇങ്ങനെ ഉടനെ ഇങ്ങനെ നോക്കുക, രണ്ടുപേരും പറയുമ്പോ ഓക്കെ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. അനുരാഗ്, ഷലമ, ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ. എനിക്കെന്ന് മാത്രമല്ല, മലയാളികൾക്ക് മൊത്തത്തിൽ ഞാനും ഒത്തിരി ഇഷ്ടപ്പെടുന്ന വലിയ ആർട്ടിസ്റ്റാണ്. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ തന്നെ. പണ്ട് തൊട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഒന്ന് നേരിട്ടിരിക്കാൻ കഴിഞ്ഞത്. ഞാൻ കുറേ ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് പല ആളുകളും, പക്ഷേ ഷീലാമ്മയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് ഇന്നാണ് അവസരം ലഭിച്ചത്. ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ മീഡിയ ആൾക്കാരുമായിട്ട് അധികം ഞാൻ ഇടപെടാറില്ല. ഇപ്പോഴാണ് ഈ പടത്തിൻ്റെ റിലീസിന് വേണ്ടിയാണ് ഞാനിവിടെ 2 ദിവസം നിന്നിട്ട് ഇവർക്ക് വേണ്ടി ഇതെല്ലാം നിങ്ങളെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അതന്നെ വലിയ തീർച്ചയായിട്ടും പുതിയ ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു നാഷണൽ അവാർഡിന് അപ്പുറത്തേക്കാണ് അല്ലേ? അയ്യോ, അത് അത്രയൊന്നും പറയരുത്. ഓർഡിനറി ലെവലിലോട്ട് പോവാം. മാമിന്റെ എക്സ്പീരിയൻസും അപ്പൊ കണ്ടു വളർന്നത് ആക്ച്വലി എന്റെ ജനറേഷൻ മാത്രമല്ല, ഇയേഴ്സ് ആയിട്ടൊരു ലെജൻഡറി ഹീറോയിൻ ആണ്. അപ്പൊ മാമിന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുക, മാമിനെ നമ്മുടെ സിനിമ കണ്ട് ഫീഡ്ബാക്ക് പറയുക, ഇതിലും കൂടുതൽ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊരു അമ്മയുടെ കൂടെ നമ്മൾ ഇരിക്കുകയാണ്, സിനിമയിലുള്ള നമ്മുടെ അമ്മയുടെ കൂടെ നമ്മൾ ഇരിക്കുന്നു. ആ ഒരു ഫീലാണ് നമുക്കൊക്കെ. എങ്ങനെയാണ് അനുരാഗം സിനിമയിലേക്ക് എത്തുന്നത്? അനുരാഗം സിനിമ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കുറേ പടങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് കഥയൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ക്യാരക്ടർ നല്ലതായിരുന്നു. ബാക്കിയുള്ളതൊക്കെ കുറേ രാഷ്ട്രീയവും അതും ഇതും ഇതൊക്കെ ഒരു കുഴപ്പലായിരുന്നു. കുറേ പടങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പടം വന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ക്യാരക്ടർ കിട്ട കഥ പറ, എന്താ കഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥ ഇഷ്ടപ്പെട്ടു. എനിക്ക് കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അഭിനയിക്കുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോഴും എൻ്റെ ക്യാരക്ടറെ നോക്കത്തുള്ളൂ. പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. എൻ്റെ ക്യാരക്ടർ നോക്കും, പിന്നെ കഥ അറിയും. അപ്പൊക്കെ കഥ കേൾക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ എന്നെപ്പറ്റി എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇപ്പോൾ കള്ളിച്ചെല്ലമ്മ, സ്ഥാനാർത്ഥി സാറാമ്മ, കടത്തനാട്ട് മകൻ എന്ന് പറഞ്ഞു ഞാനാണ് ഹീറോയിൻ. എന്നാലും എന്നെപ്പറ്റി എന്താണ് കഥ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനായിരിക്കും മെയിൻ ക്യാരക്ടർ. പിന്നെ ഞാൻ വലിയ ഡയറക്ടറും അവരൊക്കെ ആയിരിക്കും. ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ക്യാരക്ടറിനെ പറ്റി മറ്റേ ക്യാരക്ടേഴ്സൊക്കെ എന്താ പറയുന്നത്. അയ്യോ ഒരു പെണ്ണാണ് കേട്ടോ, ഒന്നും മിണ്ടാൻ പോലും മിണ്ടത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ മനസ്സിൽ കൊടുക്കും. കാരണം ഞാൻ അധികം മിണ്ടാൻ പാടില്ല. സംസാരിക്കുമ്പോഴും വളരെ ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ആ ക്യാരക്ടർ എൻ്റെ ഉള്ളിലങ്ങ് പോകും. അതേ സമയത്ത് കള്ളിച്ചെല്ലമ്മ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്താ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമുക്ക് ആ മുറുക്കി തുപ്പുന്നതൊക്കെ ഉണ്ടല്ലോ. ആ മറ്റൊരു സംസാരിക്കുന്ന രീതിയിൽ നിന്ന് എൻ്റെ ക്യാരക്ടർ എനിക്ക് കുറേയും കൂടെ ഉൾക്കൊള്ളാനൊക്കും. അങ്ങനെയാണ് ഈ പടത്തിന് ഞാൻ കഥ ചോദിച്ചപ്പോൾ എനിക്ക് ഈ പടത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു. ഓരോ ക്യാരക്ടറും എല്ലാം നല്ല ജീവനുള്ള വലിയ നല്ല ക്യാരക്ടേഴ്സാണ്. നല്ല ചുമ്മാ ഒരു പടത്തിന് വേണ്ടി എഴുതിയതുപോലെയല്ല ഇത്. ജീവിതത്തിൽ സാധാരണ നടക്കാവുന്ന കഥകളാണ്. ഇങ്ങനെ നടന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് എന്ന് വെച്ചാൽ, മകനായിപ്പോയോ നമ്മളിങ്ങനെ കല്യാണം കഴിക്കും, ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ല മകളായി, ഇത്ര മക്കളായി. പക്ഷെ അവർ ചെറുപ്പമായിരിക്കും. അവരുടെ ജീവിതം അതുകൂടെ മക്കൾ കല്യാണം കഴിഞ്ഞ് പിന്നെ പോവും. പിന്നെ അവസാന കാലത്ത് കൂട്ടിനെങ്കിലും ഒരാൾ വേണ്ടേ. അങ്ങനെയൊക്കെ ഓർത്ത് ജീവിക്കുന്ന ഒരു നല്ലൊരു മകനായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്.
അപ്പോൾ ഇത് വേറെ ഒരു ഭയങ്കരമായൊരു സംഭവമാണ്. പറഞ്ഞാൽ ഈ പടം മുഴുവനും പറയേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു പാരൻസിനൂടെ ജീവിക്കുന്ന ഒരു പെണ്ണായിട്ടാണ്. അപ്പോൾ ഇവരുടെ നടുക്ക ഞാനൊരു അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ലെങ്കിലും ഐ എം ദ മൂവി എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അനുരാഗം പോലെ ഒരു നല്ല മൂവിയിൽ ഈ കൊല്ലം ഭയങ്കരമായിട്ട് ഓടാൻ പോകുന്ന ഒരു മൂവിയിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവും ഒരു കുളിർമയൊക്കെയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് പറയുന്നത് ശീലമാണ്. എത്രയോ സിനിമകൾ അപ്പൊ ഈ സിനിമകളിൽ വിശ്വാസതയാണ് ഈ പറയുന്നത്. 3 ജനറേഷനുള്ള ഒരു പ്രണയം പറയുന്നുണ്ട് ഈ കഥ. അത് പ്രത്യേകതയാണ്. നമ്മൾ പ്രണയ കഥകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലെ. 3 ജനറേഷനുള്ള പ്രണയം പറയുമ്പോൾ ആ സ്നേഹമാണ്, പ്രണയത്തിനൊപ്പം സ്നേഹമാണ് പറയുന്നത്. അത്തരമൊരു സിനിമയിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നിയത്? തീർച്ചയായും പ്രണയത്തിനൊരു പ്രായം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരം ബാരിയേഴ്സ് ഇല്ല, ഒന്നുമില്ലാതെ ഈ സിനിമ പറയാണ്. അതും വളരെ ഓർഗാനിക് ആയിട്ടാണ് തിരക്കഥയിൽ. ഐ തിങ്ക് അശ്വിൻ ആണ് റൈറ്റർ. അപ്പൊ അശ്വിൻ അങ്ങനെ സീംലെസ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഈ 3 ഒരു പാരലൽ ട്രാക്സ് നല്ലൊരു ഫ്ലോയിലാണ് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ അറിയാണ്ട് എല്ലാ ക്യാരക്ടറിനോടും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. അത്ര സെൻസിറ്റീവ് ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സും എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല എല്ലാവർക്കും ഒരു ഗ്രാഫ് ഉണ്ട്, അവരുടേതായ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പം ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ജനനി എന്നാണ് പേര്. ഞാനും അശ്വിനും എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു സങ്കടം ഉണ്ടെങ്കിൽ തന്നെ സപ്പോർട്ടിന് നമ്മളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസും എല്ലാ തരമുള്ളൊരു കൺസേൺ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. അത് അറിഞ്ഞോ അറിയാതെയോ ഒരു ഇഷ്ടമായി മാറുന്നു. അങ്ങനത്തെ ഒരു ട്രാക്കിലോട്ടും പോകുന്നു. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ പേരൻസിന്റെ സിറ്റുവേഷൻസും. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഞങ്ങൾ പ്ലേ ചെയ്യുന്ന ഏജ് എന്ന് പറയുമ്പം കോളേജിലെ അതിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിയും ഒരു ഇന്നസെൻസും ക്യൂട്ട്നെസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ജനനിയെ പ്ലേ ചെയ്തപ്പം അതിനൊരു എനിക്ക് പറ്റുന്നത്ര ജസ്റ്റിസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലോണം ഗൈഡ് ചെയ്തു ഷഹദായാലും അശ്വിനായാലും. എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിതിൽ ഗൗതം സാറിന്റെയും ലന ചേച്ചിയുടെയും മകളായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലേ ഉണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി സ്ട്രക്ചർ തന്നെ കാണാൻ ഭയങ്കര ഫ്രഷ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആ കുടുംബത്തെ വിട്ട് ഈ കുടുംബത്തിലേക്ക് വരുമ്പോ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പെയിൻ വലുതാണല്ലോ. ആ ഒരു സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി പ്രേക്ഷകരുടെ കയ്യിലാണല്ലോ. തീർച്ചയായും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നല്ലൊരു കഥ അല്ലെ. എത്ര നാളത്തെ സ്വപ്നമാണ്? ചേട്ടാ, എനിക്ക് ഈ കഥയുടെ ഐഡിയ വരുന്ന ഒരു 5 വർഷം മുന്നാണ്. 5 വർഷം? 5 വർഷം. ആ ക്വീൻ എന്ന് പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം ഇങ്ങനെ പോകുന്ന ഒരു യാത്ര പോകുന്നതിലാണ് ഈ ഐഡിയ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇത് തിരക്കഥ ആക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ട്. നമ്മള് റൈറ്റർ എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ജോബാണ്, വലിയൊരു ടാസ്ക് ആണ്. അതെ. അപ്പം ക്വീൻ കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്ന സിനിമകളാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നമ്മളെ എത്തുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു സിനിമയ്ക്കില് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ഒക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അത്ര നന്നായിട്ടല്ല എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഭയങ്കര കുറ്റം, അതെന്തിനാ ഇപ്പോഴേ നിനക്ക് ഇങ്ങനത്തെ സിനിമ, അങ്ങനെയൊക്കെ നമ്മളോട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ഇതാ. അപ്പൊ എന്നാൽ നമുക്ക് തന്നെ എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന്റെ തിരക്കഥ. എഴുതി വന്നപ്പം എഴുതുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഉള്ളിലൊരു തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി എഴുതുന്നു എന്ന് പറയുന്നതിൽ എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ അങ്ങനെ ഒരു രീതിയിലോട്ട് അത് കൊണ്ടുവരരുത്. അത് എല്ലാ ക്യാരക്ടേഴ്സിനോടും ഇന്നായിട്ട് വേണം ഈ സിനിമ കൊണ്ടുവരുന്ന ഒരു തോട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി വന്നു, തിരക്കഥയായി. ഞാനത് പിന്നെ ഷഹദിനോട് പറയുകയും അവനൊരു എക്സൈറ്റ്മെന്റ് കാണിച്ചു ആ സിനിമയില്. ആ എക്സൈറ്റ്മെന്റ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനോടും ഓരോരുത്തരോടും പറയുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് കാണിച്ചു തുടങ്ങി. ഇന്ന് സിനിമ കണ്ടിട്ട് ഷീലാമ്മ അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം നമ്മുടെ വയസ്സിനേക്കാ എക്സ്പീരിയൻസ് ഉണ്ട് ഫിലിം കരിയറിൽ. അപ്പം അവിടെ ഷീലാമ്മ നമ്മുടെ സിനിമ നല്ലതാണെന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇപ്പം ഗൗരി ഇപ്പം സിനിമയിലേക്ക് വന്ന ഒരാൾ, അപ്പൊ ഗൗരിക്കും അത് കണക്ട് ആവുന്നെന്ന് പറയുമ്പോൾ അവിടാണ് നമുക്കൊരു സന്തോഷം. അല്ലെങ്കിൽ ആ ധൈര്യത്തിലാണ് വരുന്നത്, വന്ന് പ്രസന്റ് ചെയ്യുന്നത് ഈ സിനിമ 5-ാം തീയതി വന്ന് കാണുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ധൈര്യം നമ്മൾ കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക്. 5-ാം തീയതി തന്നെ കാണേണ്ട സിനിമയാണ്. പിറ്റേരു ദിവസം അത് ഇതിലെ ഈ റിലീസ് ഡേറ്റ് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. എത്ര വലിയ സിനിമയുണ്ടെങ്കിലും ഈ സിനിമ വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസതയാണ് ഈ സിനിമ. അതാണ് 5-ാം തീയതി എന്നുള്ള ഡേറ്റിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. ചില സിനിമകളൊക്കെ മാറിയോ?
വലിയ സിനിമകളൊന്നും 5-ാം തീയതി സിനിമകളൊന്നും മാറ്റി ഹയപ്പാടാണ്. അപ്പൊ അവർക്ക് തന്നെ ഒരു വിശ്വാസത ഇല്ലാതെയാണ്. അപ്പൊ ഈ സിനിമയുടെ വിശ്വാസത എത്രമാത്രം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനെയും താങ്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഇത്ര നല്ലൊരു ഗ്രൂപ്പ്. അതെ സത്യം ഓഡിയോസും സുധീഷ് സർ ആയാലും പ്രേം സർ ആയാലും ആദ്യം തൊട്ട് തന്നെ ഇപ്പം മ്യൂസിക് ഡയറക്ടർ ജോയൽ ജോൺസ് എന്ന് പറയുന്ന ഡെബ്യൂ മ്യൂസിക് ഡയറക്ടറാണ്. ഇവരൊരു ടീമായിട്ട് കംഫർട്ടബിൾ ആണ്. ഇന്നലെ അശ്വിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവരുടെ ഒക്കെ വിദ്യാസാഗർ സർ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരൊക്കെ സത്യം ഓഡിയോസ് ആണ്. അതെ, പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ ഒരു ഐഡിയ എങ്ങനെ ഫുൾ 100% സപ്പോർട്ട് ചെയ്തു. നമ്മള് പുതിയതാണ്, അപ്പൊ നമുക്ക് ഒരു പുതിയ മ്യൂസീഷ്യൻ വേണമെന്ന് പറയുമ്പോ പോലും എന്നാ അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞത്. കാരണം അത് പറയുമ്പം ആദ്യം പറയേണ്ടത് ഈ കഥ ജോണി ചേട്ടന്റെ അടുത്ത് കഥ പറയുന്നിടത്തു നിന്നാണ്. കാരണം ജോണി ചേട്ടനോട് കഥ പറയുമ്പം ജോണി ചേട്ടൻ കഥ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, മോനെ എന്താ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സിനിമ ബിസിനസ് ആയിട്ട് കാണുന്നവർ പ്രൊഡ്യൂസ് ചെയ്യരുത്, സിനിമയോട് ഇഷ്ടമുള്ളവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം അവർക്ക് ഇതൊരു നല്ല സിനിമ അവിടെ നിന്നാണ് ഈ പ്രൊഡക്ഷനും എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം അതാണ് ആ സപ്പോർട്ടാണ് ഇപ്പോഴും വരെ നിൽക്കുന്നത്. അതാണ് ഷീലാമോൻ പറഞ്ഞു വെച്ചത്. സിനിമ ഈ കഥാപാത്രമല്ല, ഈ സിനിമയാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേത് നേരത്തെ ഷീലാമോൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് എന്റെ ക്യാരക്ടർ മാത്രം കേൾക്കുന്നു, പക്ഷെ അന്ന് ഞാനാണ് നായിക എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ ഈ സിനിമയുള്ള കഥയും ബിസിനസ് അല്ല അവരുടെ മൈൻഡ് എന്നുള്ള തെളിവാണ് ഷീലാമേനെ വരെ ഇതിനകത്തേക്ക് അടുപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല പുതിയ ആളുകളിലൊക്കെ കൂടെ. പിന്നെ യങ്സ്റ്റേഴ്സിനോട് അഭിനയിക്കുമ്പോൾ നമുക്ക് നമ്മൾ കുറേയും കൂടി ചെറുപ്പമായും തോന്നും. പക്ഷേ അവിടെ സെറ്റിലൊക്കെ പോയ ഇവരോ എൻ്റെ അപ്പൂപ്പൻ്റെ അത്രയാണ് ഇവരുടെ കഴിവുകൾ. പിന്നെ നമ്മൾക്ക് അവരെന്ത് വിചാരിക്കുന്നോ അത് വരാതെ അവർ വിടത്തില്ല. നല്ല രീതിയിൽ പറഞ്ഞ ആളെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഭിനയിപ്പിച്ച് എല്ലാ സീനുകളും എനിക്ക് ഇഷ്ടമാണ്. ഇതിലുള്ള കുറച്ച് സീനാണെങ്കിൽ നല്ല എനിക്ക് ഇഷ്ടമുള്ള സീനുകളാണ്. കുറച്ച് സീനുകളിൽ അപ്പുറത്തേക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ അതിന്റെ വിജയം വേറെയാണ്. അത് ശരിയാ, വാസ്തവം. അല്ലാതെ ഈ സിനിമ കാണുമ്പം എന്തായാലും അമ്മ എന്തിനാണ് ഷീലാമ്മ ഈ സിനിമയിൽ എന്നുള്ളത് അതാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു പടം കണ്ടു, ഒരു വലിയ നടിയാണ് അഭിനയിച്ചത്. അവരുടെ ക്യാരക്ടർ നല്ലതായിരുന്നു, അവർ നന്നായി അഭിനയിച്ചു, അവർ വരുന്ന സീനൊക്കെ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പക്ഷെ പടം മുഴുവനും അങ്ങനെ കുറേ രാഷ്ട്രീയവും അതും ഇതും നമ്മൾ മനസ്സിലാക്കാനേ ഒക്കുന്നില്ല. അങ്ങനെ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ നടനോ നടിയോ അവർ ഈ സ്ക്രിപ്റ്റ് മുഴുവനും വായിച്ചിരുന്നെങ്കിൽ, അതാണ് അവർ പറയില്ലേ, എന്തുകൊണ്ട് ഈ ഇപ്പോഴൊക്കെ നടനും നടിയൊക്കെ എന്തുകൊണ്ട് അതിൽ വന്ന് ഈ എൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഇടപെടുന്നു എന്നൊക്കെ ചോദിക്കും. ഇതാണ് കാരണം വല്ലതൊക്കെ വാരി വലിച്ച് എഴുതി വയ്ക്കും. ഇവരറിയില്ല, ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ അവർ പോകും, ഈ പുറകെ പിന്നെ എടുക്കുന്ന സീൻസൊക്കെ എന്താണെന്നറിയില്ല. അപ്പോൾ മാറ്റാൻ പറയാൻ ഒക്കത്തേക്കിന് ആ പടത്തിൽ അഭിനയിക്കാതെങ്കിലും ഇരിക്കുക, അത്രയേ ഉള്ളൂ. അവർക്ക് എത്രയോ പടങ്ങൾ വരുന്നുണ്ട്, അതിപ്പോൾ ഒരുപാട് പടങ്ങൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ കുറേ പ്രൊഡ്യൂസേഴ്സ് തിരിച്ചു വരുന്നു, വളരെ സന്തോഷമാണ്. പറയാനത്തിന് ശേഷം ഒരുപാട് പടങ്ങൾ. സാധാരണ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വരും, ഏതെങ്കിലും പോസ്റ്റർ ഉണ്ടോ, ഏത് പടമാണ് ഇപ്പോൾ റിലീസാകാൻ പോകുന്നത് നോക്കിയിട്ട് ഒരു പോസ്റ്റർ പോലും ഇല്ല. പക്ഷെ ഇത്തവണ വന്നപ്പോൾ മുഴുവനും അപ്പുറമൊന്നും കാണാനേ ഒക്കുന്നില്ല, മുഴുവനും പോസ്റ്റേഴ്സാണ്. നല്ല നല്ല നടൻ നടിമാർ അത് ഇതൊക്കെ അഭിനയിക്കുന്ന പുതിയ ആൾക്കാരെ അഭിനയിക്കുന്ന പടം ഒരുപാട് പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ സിനിമ എന്നും നിലനിൽക്കണം, ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ലൈറ്റ് ബോയ്സ് ആയാലും ശരി, ക്യാമറാമാൻ ആയാലും ശരി, എല്ലാം ചെറിയ മെസ്സിലുള്ള ആൾക്കാരായാലും ശരി, എല്ലാവർക്കും എത്രയോ ഒരു ജീവിത മാർഗ്ഗമാണ് ഈ പടം. അപ്പോൾ ഒരുപാട് പടങ്ങൾ നന്നായി ഓടണം. അതിന് വന്ന് ഈ നടിമാർക്കൊക്കെ ഒരുപാട് വലിയ ഇപ്പം ഞാൻ സാധാരണ നമ്മളെ പോലുള്ള ഞാനെ കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പഴയ നടിയൊക്കെ പറഞ്ഞാലൊക്കെ ഒരു മാറ്റാൻ പോകുന്നില്ല, നമ്മളതൊന്നും മാറാം, അത്രയേ ഉള്ളൂ ചെയ്യുന്നതിന് ഒരു കഥയൊന്നും മാറ്റാൻ നോക്കില്ല. അവർക്കൊക്കെ അങ്ങനെയുള്ള കഥയിൽ അഭിനയിക്കാതിരിക്കുക, പടം നന്നായി ഓടുന്ന പടത്തിൽ മാത്രം അഭിനയിക്കുക. ഒരുമാതിരിയൊക്കെ അറിയാം, ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം ഈ പടം ഓടും. ആ പ്രൊഡ്യൂസർ ആദ്യം നോക്കണം, ഇയാൾ പടം എടുത്ത് തീർക്കോ, അതാണ് അയാൾ ഈ പടം പകുതിയിൽ ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ശരി എങ്ങനെയെങ്കിലും നടിച്ചെടുക്കുക ശാന്തി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയാലോ, അതും നോക്കണം. പിന്നെ ഡയറക്ടറെ നോക്കണം. ഡയറക്ടർ ഇടത്തിൽ പറഞ്ഞ് നമ്മളെ നിൽപ്പിക്കാൻ പറ്റിയ ഡയറക്ടറാണോ, കൊച്ചു പയ്യനായിരിക്കാം, കുറേ പ്രായമുള്ള ഒരാളായിരിക്കാം, എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം. സത്യാനന്ദിക്കാടൊക്കെ നമ്മളോട് പറയുന്ന രീതി തന്നെ നമ്മളങ്ങ് ചെയ്തു പോകും. അതുപോലെയാണ് ഈ ഡയറക്ടറൊക്കെ.
അപ്പോൾ നമ്മളങ്ങ് ചെയ്തു പോകും. ഇത് അത്രയും നല്ല ഒരു പണിവായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈ അന്ന് മുതൽ ഇന്ന് വരെയ്ക്ക് എന്നെ വിരട്ടി പറഞ്ഞ് ഞാനൊന്നും ചെയ്യത്തില്ല. നല്ല രീതിയിൽ പറഞ്ഞ് ഞാൻ എന്ത് വേണേലും ചെയ്യും. ഞാൻ പറയുന്ന ഒരു രീതിയുണ്ട്. രീതിയുണ്ട്. അല്ല അതുപോലെ ഞാൻ അപ്പം ചെയ്യും. ശീലമായി ഇടപെടുന്നത് അങ്ങനെയായിരിക്കും. നമ്മൾ അങ്ങോട്ടും പോകുന്നില്ലല്ലോ. അല്ല, നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് തോന്നിയാൽ നമ്മളവരെ ഒരു പ്രൊഡ്യൂസർ കഥ വായിച്ച് നോക്കിയിട്ട് ആ പ്രൊഡ്യൂസർക്ക് സന്തോഷമാണെങ്കിൽ, ആ പടം തൃപ്തിയാണെങ്കിൽ, അപ്പോൾ നമ്മളത് മാറ്റാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡയറക്ടർ പക്ഷെ എന്നാലും നമുക്കതിൽ അഭിനയിക്കാതിരിക്കാമല്ലോ. അതാണ് നമ്മൾ സ്വയം നമ്മളതിൽ അഭിനയിക്കാതിരിക്കാം, വേണ്ടെന്ന് പറയാം. കൃത്യമാണ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ വേണ്ടത് ഈ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ കാലത്തിന് ശേഷം അനുരാഗം എന്നുള്ളൊരു പടത്തിൽ അങ്ങനെ എല്ലാം ചേർന്ന് എല്ലാം കൂടി ഒരു ഒത്തുചേർന്ന ഒരു പടമാണ് അനുരാഗം. മെയ് 5 ഈ പടം പോയി തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ തന്നെ കാണണം. മെയ് 5 നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതം തന്നെ ഇത് മാറ്റി മറിക്കാൻ പോകുന്ന ഒരു പടമാണ്. ഇതിൽ കൂടുതലൊന്നുമില്ല അല്ലേ? ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ വന്നിട്ട് ഇത്രയും സീനിയറായ ഒരു നടി എന്ന് പറയുന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന നടി ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ഈ സിനിമയിൽ എന്തോ പ്രേക്ഷകർ മിസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നഷ്ടമാവും. അത് യാതൊരു മാറ്റവും ഇല്ല. അതാണ് ഞാനും കാണുന്നത്. ഇപ്പൊ മാം പറഞ്ഞ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് വേണ്ടെങ്കിൽ സ്ക്രിപ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാം അല്ലെ? അത് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോഴുള്ള ആളുകൾ സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെടുന്നു, പൈസയ്ക്ക് വേണ്ടി വന്ന് അഭിനയിക്കുന്നു, ഇടയ്ക്ക് വെച്ച് അവർ ഡയറക്ടറോട് ചൂടാകും. ആ ഒരു പ്രവണത ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അറിയുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും നല്ലത് അവർക്ക് ഒഴിവാകുന്നത്. അവിടെ പോയി സെറ്റിൽ പോയി ഒന്നും പറയാൻ പാടില്ല. സെറ്റിൽ പോയാൽ നമ്മൾ ഡയറക്ടറുടെ ഒരു സാധാരണ ആർട്ടിസ്റ്റ്, ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ട് നിന്ന് കുറച്ച് അധികം അഭിനയിക്കുക, കുറച്ച് അഭിനയിക്കുക, എങ്ങനെ പറഞ്ഞാലും. പക്ഷേ സെറ്റിൻ്റെ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയും, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതൊക്കെ വേണം, ഇതൊക്കെ ചെയ്യണം, ഞാനിത് ചെയ്യത്തില്ല എന്ന് ആദ്യമേ പറയും. അപ്പോൾ ഒഴിവാക്കാമല്ലോ. തീർച്ചയായിട്ടും എന്നെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ കഷ്ടപ്പെടുത്തണം, നമ്മൾ ഡയറക്ടറെയും കഷ്ടപ്പെടുത്തണം. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കയറി, ഇപ്പോൾ എന്നെ പോലുള്ളവർക്ക് ഒക്കെ ഇത്രയും കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊന്നും പറയാനൊക്കില്ല. അവർ ഏത് റോൾ കൊടുത്താലും അഭിനയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും അവരുടെ മുഖം വന്ന് എപ്പോഴും ലൈം ലൈറ്റിൽ ഉണ്ടാവണം, എന്നാലേ ജനങ്ങൾ ഓർക്കത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും പ്രൊഡ്യൂസർ പടം കാണും, ഈ പയ്യൻ കൊള്ളാലോ എന്നവർക്ക് തോന്നും. അങ്ങനെ എപ്പോഴും അവർ ഏത് റോളാണെങ്കിലും അഭിനയിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഏത് ചെറിയ റോളോ വലിയ റോളോ വന്നപ്പടോ അതൊക്കെ അവർ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് തലപ്പത്തെ ഹീറോയിൻ ഡയറക്ടറും എല്ലാം ഉണ്ട്, അവർ നോക്കിക്കോളും അതൊക്കെ. ഈ വരുന്ന പുതിയ ആൾക്കാർ ഏത് റോളാണ് അഭിനയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. തീർച്ചയായിട്ടും കേട്ടില്ലേ? വലിയ ഉപദേശമാണ് ഇതൊക്കെ. വലിയ ഉപദേശമാണ് ഇതൊക്കെ. നമ്മള് ഫ്രെയിമിലില്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്. ഒരാളില്ലെങ്കിൽ അടുത്ത ആളുണ്ട്. പണ്ട് അങ്ങനെയല്ല. റെഡിയാ അല്ലേ? പണ്ട് ഷീല ശാരദ പറയുന്നല്ലാതെ വേറെ ആരും ഇല്ല. ഇപ്പൊ ഇങ്ങനെ മഷ്റൂംസ് പോലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഞാനെല്ലാം നീ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വാ, നിങ്ങൾ കടയ്ക്ക് പോകുന്നു, മീൻ മേടിക്കാം, മീൻ മേടിച്ച് കഴിക്കാൻ വീട്ടിൽ കൊണ്ട് വാ, ഒന്നത് അഭിനയിക്ക് എന്ന് പറയുന്ന സ്റ്റേജാണിപ്പോൾ. പക്ഷെ നല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവരെ കണ്ടാലേ കറക്റ്റായിട്ട് അങ്ങനത്തെ ഒരു വീട്ടമ്മയായിട്ടും ചുളിഞ്ഞ ബ്ലൗസൊക്കെ ആയിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അതിൽ കുറ്റം പറയാനൊക്കത്തില്ല. അതാ ഞാൻ പറയുന്നത് വെച്ചാൽ ആർട്ടിസ്റ്റ് നമ്മളല്ലെങ്കിൽ വേറെ ഒരാൾ മരിച്ചു പോയാലോ ഈ സിനിമ ലോകം അങ്ങനെ പോവും, ഈ കസേരയിലിരിക്കാൻ ഇനി ആരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കസേരയിലിരിക്കാൻ ഒരുപാട് പേര് ഇങ്ങനെ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷനും ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പറ്റുന്ന ടൈം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള പണിയെടുക്കണം എന്നുള്ളൊരു റിമൈൻഡറൂടെയാണ്. ഇപ്പൊ പണ്ടത്തെ പോലും ഒരു 10 പേരേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളപ്പം അത് വന്നോളും. പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രയത്നം എപ്പോഴും വേണം എന്നാണ്. തീർച്ചയായിട്ടും അതാ ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അപ് ടു ഡേറ്റ് ആവണം. നമ്മുടെ പടങ്ങൾ മാത്രമല്ല, റിലീസാവുന്ന എല്ലാ സിനിമകളും കാണണം. ഒരു ഡയറക്ടർ ഇതാണ് ഈ ഒരു സീനിന്റെ റെഫറൻസ്, ആ സിനിമയിലെ റെഫറൻസ് പറഞ്ഞാൽ മനസ്സിലാക്കണം. ഓരോ ആക്ടേഴ്സിന്റെ പ്രോസസ്സ് അറിയണം. പിന്നെ ബിക്കോസ് എപ്പോഴാണ് നമുക്ക് ഒരു നാളെ ഒരു സിനിമയിൽ മേ ബി ആ ഒരു ആക്ടറിന്റെ കൂടെ ആയിരിക്കും നമുക്ക് അഭിനയിക്കാം. അപ്പം ചിന്തിക്കാൻ അത്ര സമയമില്ലായിരിക്കും. അപ്പം നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു തിങ്കിങ് ആക്ടർ എന്ന് പറയുമ്പോൾ ഓക്കെ ഇതായിരിക്കണം, ഒരു മുമ്പ് തന്നെ കുറച്ച് നമുക്ക് പറ്റുന്ന അത്രയും പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ആ ഒരു മൂഡിലോട്ട് പോകുക, അങ്ങനത്തെ നമ്മുടെ കേപ്പബിലിറ്റീസിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ
പേഴ്സണലി ഞാൻ ട്രൈ ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഈ പറഞ്ഞത് കറക്റ്റാണ്. എത്രയോ ആർട്ടിസ്റ്റുകൾ സിനിമ കാണാത്തവരുണ്ടെന്ന് അയ്യോ ശരിയാ. അഭിനയിച്ചു വെച്ചിട്ട് ആ സിനിമ പോലും കാണില്ല. ഞാൻ എന്തായാലും ഒരു ദിവസം 3 പടം കാണും. അയ്യോ, കുറഞ്ഞത് 2 പടം. കാലത്ത് 11 to അത് കഴിഞ്ഞ് ഒരു പടം കാണും. പിന്നെ വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ 3, 6 അല്ലെങ്കിൽ 5 മണിക്ക് ഒരു പടം കാണും. എനിക്ക് ഷീലാമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണിത്. ഭയങ്കര കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് എല്ലാം കാണും. പിന്നെ എനിക്കിവിടെ കേരളത്തിൽ ഒരു 4 പയ്യന്മാരുണ്ട്. എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് അവർ. അവർ വന്ന് ഒരാൾ അഡ്വക്കേറ്റാണ്, ഒരാൾ വന്ന് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളാണ്, പല മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ പടം കണ്ട് ഏത് പടം കണ്ടിട്ട് വന്നാലും എനിക്ക് ഒട്ടനെ പോണി ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ കാണുന്ന ആൾക്കാരാണ്. ഒന്ന് പറയും, അയ്യോ ഈ പടം ഉണ്ടല്ലോ ചേച്ചി പോക്കാണ്, അല്ലെ അമ്മ പോക്കാണെന്ന് പറയും. ഞാൻ അങ്ങനെ പോക്കാന്ന് പറയില്ല. കാരണം എന്ത് കഷ്ടപ്പെട്ടാണ് ആൾക്കാരൊക്കെ ഒരു 10-200 പേര് വർക്ക് ചെയ്യുന്ന ഒരു പടം പോക്കാന്ന് കൊള്ളില്ല, അത് ശരിയില്ല എന്ന് അങ്ങനെ പറഞ്ഞ് അവന് തിരുത്തിയെടുത്തു ഞാൻ അവരെല്ലാം. മനസ്സിലായോ? അപ്പോൾ എനിക്കിവിടെ റിലീസാവുന്ന എല്ലാ പടങ്ങളുടെ പറ്റി എനിക്കറിയാം. എന്തുകൊണ്ടാണ് പടം ഓടിയില്ലെന്നറിയാം. ഏത് ആർട്ടിസ്റ്റ് അതിൽ വന്ന് ഭയങ്കരമായിട്ട് ആവശ്യമില്ലാതെ മെലിഞ്ഞിങ്ങനെ ആയിപ്പോയി ഹീറോ എന്നറിയാം, അല്ലെങ്കിൽ ഭയങ്കര തടി വെച്ചോ, അയ്യോ അവൻ എന്തിനാ ഇങ്ങനെ തടി, എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. കാരണം നമ്മളതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് എന്നാലും എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാം ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയാലും ഞാൻ നോക്കും എത്ര പേര് ഉണ്ട് അവിടെ. അതായത് 150 സീറ്റ്. അപ്പോൾ 150 സീറ്റിന് ഒരു സീറ്റ് ഒരാൾക്ക് വന്ന് 6 ലക്ഷമാണ്, അല്ല 6000 ആണെങ്കിൽ അപ്പോൾ എത്ര രൂപ അവർ കിട്ടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്. ഒരു ഇപ്പോൾ ഈ ഹോട്ടലിൽ വന്നാലും കൂടെ എത്ര റൂംസ് ഉണ്ട്, ഇവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, അവിടെ കിച്ചണിൽ എത്ര പേരുണ്ട്, അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊക്കെ വാനുണ്ടോ പോയിട്ട് വരാനായിട്ട്, ഇങ്ങനെ എല്ലാം അറിയണം എനിക്ക്. ചെറുപ്പം മുതൽ എനിക്കൊരു സ്വഭാവം, എല്ലാം എനിക്ക് അറിയണം. അതുപോലെ ഇവരെല്ലാം സിനിമയെ പറ്റി നല്ലപോലെ അറിഞ്ഞിരിക്കണം. വേറെ ഒരാളുടെ പടം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ആ പടം എന്തുകൊണ്ട് പോയി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് റിലീസായ ഒരു പടമാണ് നീല വെളിച്ചം. അത് ഞാൻ എന്നെയാണ് കോൾ ഷീറ്റ് ചോദിച്ചത്. എനിക്ക് കോൾ ഷീറ്റ് ഇല്ലായിരുന്നു. അത് കാരണമാണ് വിജയ നിർമ്മല എന്ന് പറഞ്ഞൊരു സ്ത്രീ അഭിനയിച്ചത്. അതേമാതിരി മാധവിക്കുട്ടിയുടെ അത് എന്നെയാണ് ആദ്യം ബുക്ക് ചെയ്ത് കാശൊക്കെ അതിൻ്റെ അഡ്വാൻസൊക്കെ എനിക്ക് തന്നതാണ്. അങ്ങനെ മാറി എന്തോ അതിന് അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിക്കാനായിട്ട് ഒരു പുണ്യം ചെയ്തിരിക്കണം, ഒരു ഭാഗ്യം വേണം. ഇപ്പോൾ ചെമ്മീനുള്ള പടത്തിൽ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പക്ഷെ ഇങ്ങനെയുള്ള മാധവിക്കുട്ടിയുടെ പടത്തിൽ അതിനേക്കാൾ വേദന വെച്ചാൽ ഇത്രയും വലിയൊരു അവരുടെ എത്രയും ഒരു എഴുത്തുകാരിയുടെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ ഒത്തല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ ഒരുപാട് പടങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും കൂടി ദൈവം എനിക്ക് May 5 ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടാണ്. അതാണ് നമ്മൾ അവസാനം അതെ May 5 ഞാൻ എവിടെ എത്തിയാലും തിരിച്ച് അനുരാഗത്തിൽ എത്തുന്നത്. അതാണ് ഈ സിനിമയോട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ആർട്ടിസ്റ്റിനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് ഇപ്പോൾ ഷീലാമ്മ കണ്ടത്. ഷീലാമ്മ നമ്മുടെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ടൈമില് ഷീലാമ്മക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിനെല്ലാം അതിനുശേഷം ഒരു ചെറിയ സർജറി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡബിങ് ടൈം വന്നു. അപ്പൊ നമുക്കൊരു കൃത്യസമയത്ത് ഇത് ഡബിങ് ചെറിയ സർജറി ഒന്നല്ല മോനെ, വലിയ സർജറിയാ. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഡബിങ് നമുക്കൊരു കൃത്യ ടൈമില് ഇത് ഔട്ടെടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ മറ്റു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇതിനു വേണ്ടി പോണമല്ലോ. അപ്പം എന്നാൽ ആ ടൈമിലാണെങ്കിൽ വയ്യാത്തതാ. അപ്പം വേണമെങ്കിൽ വേണ്ട ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ ഒരു കാരണം പറയാതെ കൃത്യമായിട്ട് നമുക്ക് വന്ന് ഡബ് ചെയ്തിട്ട് ആണ് പോയത്. എന്ന് വെച്ചാൽ ബെൽറ്റ് എല്ലാം കെട്ടിയിട്ടാ വന്നതാ. ഡോക്ടർ പറഞ്ഞു പോകാൻ പാടില്ല, ഇടുപ്പിലുള്ള ബെൽറ്റ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പോട് കൂടി വന്നതാ. ഇതൊക്കെ ഇവരുടെ ഉള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, ചുമ്മാതൊന്നല്ല. നന്നായി വരണം എന്നുള്ളൊരു ഇവരെല്ലാം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളായത് കൂടി പടം എങ്ങനെയെങ്കിലും ഓടി കിട്ടണല്ലോ എന്നുള്ള. പിന്നെ ആ പടത്തിൽ എൻ്റെ ഡബിങ് ഉണ്ടെങ്കിലേ അവർക്ക് ആ ബിസിനസ്സിനും അതിനൊക്കെ തീർത്ത് കിട്ടില്ല പടം. നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ ആണ്. അതൊന്നും ഇപ്പോഴും ചെയ്യുന്നില്ല കേട്ടോ. ഇതിന്റെ പകുതി പോലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. കണ്ട് പഠിക്കുക നിങ്ങൾ. അതിന്റെ അപ്പുറത്തേക്ക് കണ്ട് പഠിക്കുക. അന്നും ഇന്നും ഒരുപോലെ തന്നെ. അത് നടക്കുന്നില്ല. എന്താണെന്നറിയില്ല. അന്നൊന്നും ഇത്ര സൗകര്യം, ഇപ്പൊ കൂടുതൽ സൗകര്യമായപ്പോഴുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
എനിക്കതാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ ചില ആളുകൾ 100 പേരുണ്ടെങ്കിൽ 5 പേരെന്ന് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി 95 പേരും ഒക്കെയാണ്. 5 പേരെ ഞാൻ പറയുന്നുള്ളൂ. അന്നൊന്നും സൗകര്യമില്ല. ഇന്ന് കൂടുതൽ സൗകര്യം, ക്യാരവാനായി, പല സൗകര്യങ്ങളായി, അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്കൊരു മടിയായി കാണും എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. അല്ലേ? നോ കമന്റ്സ്. ഇതാണ് ഇതിന്റെ ഒറ്റതുണ്ട്. ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ വരെ. അല്ല, ഞാൻ അതിന്റെ ഉള്ളടക്കം പറഞ്ഞുള്ളൂ. എന്തായാലും ഈ കുട്ടികളൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, ഒന്നിനൊന്നിന് മെച്ചം പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾ ഈ പുതിയ തലമുറയോട് കൂടുതൽ അഭിനയിക്കുമ്പോൾ വലിയൊരു സന്തോഷം ലഭിക്കുന്നത് അല്ലേ? പിന്നെ ഭയങ്കര സന്തോഷമാണ് പുതിയ തലമുറ അഭിനയിക്കുമ്പോൾ. അവർ വാസ്തവത്തിൽ പറഞ്ഞ് ഞങ്ങൾ ഇത്ര നാള് അഭിനയിക്കാത്ത ചില രീതിയിലുള്ള അഭിനയമൊക്കെ കാണുമ്പോഴേ അയ്യോ നമ്മളിത് ചെയ്യണമല്ലോ, നമ്മളെ ഈ പടത്തിലെന്ന് ഞാൻ ചെയ്യുന്നത് ഇത് മനസ്സിൻ്റെ അകത്തൊരു ഇത് വരും. ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പഠിക്കാനുണ്ട്. ഞാൻ വന്ന് എപ്പോഴും ഒരാളില്ലാതെ ഞാനൊരു ഷൂട്ടിങ്ങിന് പോകത്തേയില്ല. എൻ്റെ കൂടെ ആദ്യത്തെ മുതൽ അമ്മയൊക്കെ വന്നു, പിന്നെ സിസ്റ്റേഴ്സ് വന്നു, പിന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഹെൽപ്പർ, എൻ്റെ കൂടെ ഒരു സ്ത്രീകളുണ്ടാവും, അവരെപ്പോഴും വരും. ഞാൻ പോയിട്ടേ ഇല്ല, അങ്ങനെ തനിച്ച് പോയില്ല. പിന്നെ ചന്ദ്രമുഖി പടത്തിന് ഞാൻ ഹൈദരാബാദ് പോയപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ അടുത്ത റൂമിൽ ജ്യോതിക താമസിക്കുന്നു. ഞാൻ പറഞ്ഞു ആരാ അവരോട് വന്നിട്ട്? ആരും വന്നിട്ടില്ല, തനിച്ച. അയ്യോ അവർ തനിച്ചാണോ? പിന്നെ ഞാൻ എന്തിനാ ആൾക്കാരെ കൊണ്ടുവരുന്നേ? വളരെ ആൾക്കാരെയൊക്കെ കൊണ്ട് വേറെ ഹോട്ടലിൽ താമസിപ്പിച്ചു. ഞാൻ തനിച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തുടങ്ങുന്നത് ഈ ചന്ദ്രമുഖിക്ക് ശേഷം ഞാൻ തുടങ്ങുന്നത്. കാരണം അവരിൽ ഞാൻ പഠിക്കാണ്. ഞാൻ ഇങ്ങനെ അയ്യോ പേടിച്ചയ്യോ എന്ത് പഠിക്കാനാ? അത് ഈ പ്രായത്തിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ കൊച്ചു പിള്ളേരെ അവർ തനിച്ചൊരു ഹോട്ടലിൽ തനിച്ച് താമസിക്കുന്നു. ഇപ്പുറത്ത് നയൻതാര, ഇപ്പുറത്ത് വന്ന് ജ്യോതിക, ആ പടത്തിൽ അഭിനയിച്ച കുറേ വിനയപ്രസാദ്, അവരെല്ലാവരും തനിച്ച് താമസിക്കുന്നത്. ഞാൻ കണ്ട് പഠിക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ കണ്ട് പഠിക്കുകയാണ് പല കാര്യങ്ങൾ. നമ്മൾ അന്നൊക്കെ യൂ എന്ന് പറഞ്ഞ കാര്യങ്ങളിപ്പോൾ ഒന്നുമില്ല, സാധാരണയാണ്. ടേക്ക് ഇറ്റ് ഈസി, ലൈഫ് ടേക്ക് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. എന്റെ മൈൻഡ് സെറ്റിൽ എന്റെ ചെറുപ്പമല്ലേ മാമിന്റെ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും കണ്ടു പഠിക്കണം എന്ന് എല്ലാവരും പറയില്ല. എനിക്കൊന്നും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഒന്നില്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മാം ഇപ്പോഴും ഓരോരുത്തരിൽ നിന്നും പഠിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്ന പല ക്വാളിറ്റീസിലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ അതൊക്കെ ഭാവിയിൽ വലിയ ഗുണം ചെയ്യണം, പല ഗുണങ്ങളും ചെയ്യണം. നമ്മളെപ്പോലുള്ള പുതിയ തലമുറ റോൾ മോഡൽ, ഏറ്റവും നമുക്ക് ലുക്ക് അപ്പ് ടു എന്ന് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ഷീലാമ്മ. എനിക്കൊരു സിനിമയിൽ ഷീലാമ്മ ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയല്ലോ. ഷഹദിനും അശ്വിനും എന്റെ വലിയ താങ്ക്സ്. ഇപ്പൊ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന്റെ സമയത്ത് സീൻസോ അല്ലെങ്കിൽ ചെയ്തില്ല, പക്ഷെ എന്നാലും നമ്മൾ തമ്മിലൊരു സീനുണ്ടോ? ഇല്ല അല്ലേ? ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്കിലും എനിക്ക് ഇതെങ്ങനെയാണെന്നറിയോ? ഈ പടത്തില് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നും ഒരുപാട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഇങ്ങനെ വലിച്ചു വലിച്ച് കെട്ടി ഒരു കെട്ടിയിരിക്കുകയാണ്, ഒരു കെട്ടിലിരിക്കുകയാണെന്ന്. പക്ഷെ പടം കാണുമ്പോൾ അറിയുള്ളൂ അവര് വേറെയാണെന്ന്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇതൊക്കെ. ക്ലിയർ ആയിട്ട് ഇത് അതാണ്, ഈ ക്യാരക്ടർ ഇതാണ്, ഈ ക്യാരക്ടറാണ്, ഈ ക്യാരക്ടർ ഇതിന് വേണ്ട ആവശ്യമില്ല, ഈ ക്യാരക്ടർ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതുക. സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ. ഞാൻ പണ്ട് അനുഭവം എന്നൊരു പടം അഭിനയിച്ചു, ഐ വി ശശി ഡയറക്ഷൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഐ വി ശശി ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നില്ല. സ്ക്രിപ്റ്റിൽ ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല ഭംഗിയായിട്ട് എൻ്റെ മുഖം വരച്ചിരിക്കുന്നു. ലോങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ലോങ്ങിലുള്ള ഞാൻ നിൽക്കുന്നു, ഞാനും വേറെ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. മിഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരച്ചിരിക്കും. വാ, അത്രത്തോളം ഡെഡിക്കേഷനാണ് അത്. അതുപോലെയാണ് ഞാൻ കണ്ടത് ഇവരുടെ സ്ക്രിപ്റ്റിൽ. ഭയങ്കരമായിട്ടുള്ള ആ വരച്ചിട്ടില്ലെന്നല്ലാതെ എല്ലാം എവിടെയാണ് ക്ലോസപ്പ്, എവിടെയാണ് ഇതാണ്, എന്താ ചെയ്യേണ്ടത്, എല്ലാം വളരെ ഒരു കൊച്ചു കുട്ടീൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുത്താൽ പോലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ക്രിപ്റ്റാണ് എഴുതി വെച്ചിരുന്നത്. വലിയൊരു അംഗീകാരമാണ്, അത് ഒരു സത്യസന്ധതയാണ്. അന്നത്തെ ആളുകൾ എടുത്തിട്ടാണ് ഉദാഹരണം വെച്ചിരിക്കുന്നത്. അല്ല, അതെന്ന് വെച്ചാല് ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയുള്ളവരാ, ഞാനും ഷഹദും ഡയറക്ടർ. എന്ന് വെച്ചാൽ നമ്മള് സിനിമ അത്ര ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ ചേട്ടാ ആ ചാൻസ് നമ്മൾ യൂസ് ചെയ്യണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഫുൾ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ജനറേഷൻ ഇപ്പൊ വരുന്നവരെല്ലാരും അത് തന്നെയാണ്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വെറുതെ കിട്ടുന്നതല്ല ഇതൊന്നും. അതാണ്, വെറുതെ കിട്ടത്തില്ല. അധ്വാനത്തിലൂടെ ഫലം കാണുകയുള്ളൂ. ആ ഫലത്തിനായിരിക്കും ആളുകൾ എത്തുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ ഉള്ള സിനിമയിൽ ഞാൻ കണ്ടതുണ്ടല്ലോ, എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്.
എല്ലാം അവരെല്ലാവരും ഇപ്പോൾ ഒരു ക്യാമറാമാൻ ആണെങ്കിലും ശരി, കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്ന പയ്യനാണെങ്കിലും ശരി, പ്രൊഡ്യൂസറാണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ പ്രൊഡ്യൂസർ ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ജസ്റ്റ് ഫൈനാൻഷ്യൽ മാത്രമേ ഉള്ളൂ. അന്നുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ കഥ അറിയാമായിരുന്നു. എം.ഒ. ജോസഫ് അങ്ങനെയുള്ള വലിയ വലിയ അവരൊക്കെ അവർ പറയും ഡയറക്ടറോട്, ഇന്ന് 3 സീൻ എടുത്തിരിക്കണം കേട്ടോ, ഈ സീനിൻ്റെ ബാക്കി നമുക്ക് അവിടെ എടുക്കാം. അവരാണ് ഡയറക്ടർ ചെയ്യുന്നത്, ഡയറക്ടറെ. പക്ഷെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് കഥ പോലും അറിയില്ല. പല വിളിച്ച് പറയും ഇങ്ങനെ, ശീലമ്മേ ഞങ്ങൾ വന്ന് വരും, ഞങ്ങൾ വരുമോന്ന് നോക്കുക. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങളെല്ലാം കൂടി ചെന്നൈയിലോട്ട് വരുന്നത്, നിങ്ങൾ അവിടെ നിന്ന് ഫോണിൽ കൂടി ഒരു ഔട്ട്ലൈൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് പറയും. അപ്പോൾ അവർ പറയും കഥ ഒന്ന് പറയാമെന്ന് പറയും. അയ്യോ എനിക്ക് കഥ അറിയില്ല, ഞാൻ ഡയറക്ടറെ വിളിപ്പിക്കാൻ കേട്ടോ എന്ന് പറയും. കഥ കേട്ട് കാണും, പക്ഷെ അതിൽ അത്ര ഇൻവോൾവ് അല്ല അവര്. ഒരു ഔട്ട്ലൈൻ കേട്ട് കാണും. പക്ഷെ ഈ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, ഇവർ ഭയങ്കര ഈ സിനിമ എടുക്കണമെന്ന് സമ്മതിച്ചത് തന്നെ അവരുടെ കലാപരമായിട്ടുള്ള ഹൃദയം അവർക്കുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട് അവർക്ക്. അല്ലെങ്കിൽ ഈ പടം എടുക്കാൻ സാധാരണ പടം കയ്യിൽ കിട്ടിയ പിന്നെയല്ലേ അറിയുന്നത് ഇത്രയും നല്ലൊരു സാധനമാണെന്ന്. കിട്ടുന്നതിന് മുമ്പ് ഈ എല്ലാം ചെറുപ്പക്കാർ, ചെറിയ പയ്യൻ, ചെറിയ ഒരു ഇതിങ്ങനെ ഒരു ചെറിയ പിന്നെയാണല്ലേ ഷീലയും ഗൗതമയും ഒക്കെ വരുന്നത്. ഇവരെല്ലാം കൊണ്ടുവരുന്നത് ആ പ്രൊഡ്യൂസറല്ലേ. ഈ പ്രൊഡ്യൂസർ നല്ല കലാപരമായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാൻ കണ്ടതിൽ വെച്ച് 1-2 പ്രൊഡ്യൂസേഴ്സ് ഉള്ള ഇപ്പോൾ ഉള്ള ഈ ജനറേഷനിൽ. ഞങ്ങൾ സുധീഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് കേട്ടാ അതിന്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര്, ലിറിക് റൈറ്ററിന്റെ പേര്, ഇത് പാടിയത് ഏത് വർഷം. സുധീഷ് ചേട്ടന് ഈ ഇതിനകത്തെ സ്ക്രീൻ പല ഡയലോഗ്സ് ഒക്കെ അറിയാം. എന്നെ വിളിച്ച് എടാ ആ ഡയലോഗ് എങ്ങനെയാ പറഞ്ഞ് ഒക്കെ എന്നോട് ചോദിക്കും. പ്രേമേട്ടനും അതുപോലെയാണ്. പ്രേമേട്ടൻ ഒന്ന് മ്യൂസിക് കമ്പനി ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിലെ മ്യൂസിക് ഓരോന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് ഒരു ഓക്കെ അടിക്കുന്നത്. കാരണം അത്രയും ഓഡിയൻസിന് ഇത്ര നാൾ ആസ്വദിപ്പിച്ചവരാ അവര്. അപ്പൊ അവരത് ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് അറിയാം ഓക്കെ എല്ലാവർക്കും അത് വർക്കാവും എന്നുള്ളത്. അതാണ്. അല്ല, ഈ മ്യൂസിക്കിന്റെ കാര്യത്തിലൊക്കെ സത്യം ഓഡിയോസ് എടുത്ത പോലത്തെ പാട്ടുകൾ ആരും എടുത്തിട്ടില്ല സിനിമയിൽ നിന്ന്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു സെൻസ് വേറെയാണ്. അതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ നല്ലതാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാമുമായിട്ട് ലൊക്കേഷൻ പോലും കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സീൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഈ ഗെറ്റപ്പിലും അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. സംസാരിക്കാൻ പോയില്ലേ? സംസാരിച്ചു. പരിചയപ്പെട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടുകൊണ്ടും എനിക്ക് മനസ്സിനക്കരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷീലാമ്മയുടെ ഒരു ട്രിബ്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഈ ക്യാരക്ടർ ഭയങ്കര സ്വീറ്റാ. ജോണി ചേട്ടനും ഷീലാമ്മയുടെ ഒരു റാപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ദേവ്യാനി ചേച്ചിയും ദേവ്യാനി മാമും ഇപ്പൊ തമിഴിലും മലയാളത്തിലും ഒക്കെ ഷീസ് അനദർ വെരി വെരി സക്സസ്ഫുൾ ഹീറോയിൻ. ഇപ്പൊ എന്നെ കാണുമ്പോൾ ഒരു മകളെ പോലെ പെർഫോമൻസ് നല്ലായിരുന്നു, പ്ലീസ് വർക്ക് ഹാർഡ്, ഫോക്കസ് ചെയ്യണം, ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല, നിങ്ങളുടെ ഈ സമയത്ത് പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ട്രസ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എൻകറേജിങ് ആണ്. തീർച്ചയായിട്ടും. ചില ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഭയങ്കര വൈറലായി, ജയറാമേട്ടൻ ഇട്ട വീഡിയോ. ഈ ഷൂട്ടിങ് എന്തോ കഴിഞ്ഞിട്ട് പോകുമ്പോ ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ജയറാം എപ്പോഴും ചെന്നൈയിലെ പല പല ഫംഗ്ഷൻ സമയത്തും ഒക്കെ ജയറാമും പാർവതി ഇവരെയൊക്കെ കാണാം. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു. ഭയങ്കര വൈറലായ വീഡിയോ, ആ ഫ്ലൈറ്റിൽ ഇരുന്നുള്ള വീഡിയോ, നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ, പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതുകൊണ്ടായിരുന്നു ഞാൻ ഇച്ചിരിയെ കണ്ടുള്ളൂ. നല്ല രസമായിരുന്നു ആ വീഡിയോ. ഈ പറയുന്നത് പോലെ പഴയ സിനിമകൾ നിന്നും പുതിയ സിനിമയിലേക്ക് എത്തി യാത്ര തുടരുകയാണ്. ആ യാത്ര തുടരുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഷീലാമ്മക്ക്? ഇപ്പോഴുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയ ഇത് OTT ഒക്കെ എന്തൊക്കെ വന്നാലും നമ്മളൊരു നല്ല പടം കാണണമെങ്കിൽ പോയി തിയേറ്ററിൽ തന്നെ കാണണം. അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, ഒരു ഭയങ്കര, അത് വേറെ ലെവലാണത് വാസ്തവത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അവരോട് പറയും തിയേറ്ററിൽ തന്നെ ഈ പടം കാണണം. അതും ഈ പടം മെയ് 5-ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വീട്ടിലെ വല്ല കറിയോ ഒക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി രാത്രിക്കൊക്കെ വയ്ക്കാം. നിങ്ങളങ്ങ് തിയേറ്ററിലോട്ട് വാ, തിയേറ്ററിൽ വന്ന് ഇരുന്ന് ഈ പടം കണ്ടിട്ട് എന്നിട്ട് വന്ന് ഇതിൻ്റെ അഭിപ്രായം പറയൂ. ഞാൻ അഭിപ്രായം കേൾക്കാനായിട്ട് ഇതുപോലെ ഒരു ദിവസം വരാം.
ഓരോ സ്ഥലത്ത് ഞാൻ വരാം, ഇത് നമുക്കെല്ലാം കൂടി കാണാം. ഓരോ നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ വരാം, ആ സ്ഥലത്തൊന്നും നമുക്കെല്ലാം കൂടി കാണാം. പക്ഷെ നിങ്ങൾ കണ്ടിരിക്കണേ പടം, കാണേണ്ട ഒരു പടമാണ്. സിനിമ കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറയും, അതെ. കാണാതെ ആരും പറയും. അതെ, അല്ല പോയിട്ട് OTT-യിൽ 2 മാസം കഴിഞ്ഞ് OTT-ൽ വരുമെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് റിലാക്സേഷൻ വേണ്ടേ? ഇപ്പം നോക്കി ആരും വീട്ടിൽ തന്നെ ഇരിക്കുക, ഓഫീസിൽ തന്നെ പോവുക. ഇതിലൊക്കെ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ഈ പടം ഒന്ന് കാണണം. May 5-ന്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് May 5 പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ കുറിച്ചുകൂടെ. May 5, ആ May 5 എന്ന ദിവസത്തിൽ നിങ്ങൾ ആദ്യ ഷോ തന്നെ കാണാൻ പരമാവധി ശ്രമിക്കുക. ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെയായിരിക്കും ഈ റിലീസ് എന്ന്. ഈ ഗ്രൂപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് May 5-ന് സിനിമ കാണുക. ഷീലാം പറഞ്ഞ പോലെ ആ മനസ്സാണ് ഞാനിപ്പോൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുന്നത്. തിയേറ്ററുകളിൽ വരെ വരാമെന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പല സ്ഥലത്തേക്ക് എത്താമെന്ന് പറയുന്നത്. വാസ്തവം തിയേറ്ററിൽ തന്നെ പോയി അവരെയൊക്കെ കാണുക, സംസാരിക്കുക. ആ തിയേറ്റർ അന്നൊരു ദിവസം വന്ന് ഈ പ്രൊഡ്യൂസർ വന്ന് ഫ്രീ ആയിട്ട് എടുത്തു തരും. 6 മണിയിൽ വന്ന് ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞ് ഒരു 100 ദിവസമൊക്കെ ഓടില്ലേ, അതിനുശേഷം ഞങ്ങൾ അവിടെ വന്നിരിക്കാം. ആ തിയേറ്ററിൽ വന്നിരിക്കും. ആ തിയേറ്ററിൽ വന്നിരിക്കും. ആദ്യമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ 2023 ഏറ്റവും കൂടുതൽ ഓടാൻ പോകുന്ന പടം ഈ പടമായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇവരൊക്കെ ഒരു സ്വപ്നമാണ്. പിന്നെ പുതിയ ഡയറക്ടറിന്റെ സ്വപ്നം, സ്ക്രിപ്റ്റ് സ്വപ്നം, അത് പൊന്നാണ് നാവട്ടോ. ചെയ്തതെല്ലാം ഞാൻ ഓർക്കാണ് സെറ്റിൽ ഞാൻ അഭിനയിക്കുമ്പോൾ, അപ്പോൾ അശ്വിൻ വന്ന് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അശ്വിൻ അങ്ങനെ ഇങ്ങനെ വന്ന് നോക്കും, ഇങ്ങനെ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അശ്വിനി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് പറയാ, ഈ കാണുന്ന അശ്വിനൊന്നല്ല. അപ്പൊ ഭയങ്കര ഒരു റെസ്ലെസ് ആയിട്ട് നമ്മളെ ഡയലോഗ് ഇങ്ങനെ കറക്റ്റായിട്ട് പറയണം എന്ന് അവർ ചെയ്തൊരു വർക്കിനോടുള്ള ആ സിൻസിയാരിറ്റി ഉണ്ടല്ലോ, ആ സിൻസിയാരിറ്റി വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ.